സ്ഥാനാർത്ഥിയായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. താങ്കൾ ഇന്ന് പ്രചാരണത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം വന്ധ്യരായ പിതാവിന്റെ അടുത്താണ് പോയത്. അത്രയും വൈകാരികമാണ് നിലമ്പൂർ അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ജോയിയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇത് എനിക്ക് പിതാവ് ആണെങ്കിൽ എല്ലാവർക്കും പിതൃതുല്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു അഭിലാഷം കൂടിയായിരുന്നു നിലമ്പൂർ തിരിച്ചു പിടിക്കുക. മാത്രമല്ല, നിലമ്പൂരിൽ അദ്ദേഹം കൊണ്ടുവന്ന വികസന പദ്ധതികൾ അതിന്റെ ഒരു പൂർത്തീകരണം ഉണ്ടാവുക എന്നതും അദ്ദേഹത്തിന്റെ ആവശ്യം തന്നെയായിരുന്നു. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടം കൂടിയായിരിക്കും ഇത്. തീർച്ചയായിട്ടും. നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂരിൽ അൻവറുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അൻവർ ഒരു പക്ഷെ മത്സരിച്ചേക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? അതോടൊപ്പം അൻവർ UDF സപ്പോർട്ട് ചെയ്യും. അതൊക്കെ നമുക്ക് എന്റെ UDF നേതാക്കന്മാര് സംസാരിച്ച് അതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. ഒരുപക്ഷെ അങ്ങനെ പെട്ടെന്ന് സംസാരിച്ച് തീരുമാനം എടുക്കാൻ പറ്റാവുന്ന രൂപത്തിലാണ് അൻവറുമായിട്ടൊരു ബന്ധം. അവർ ചർച്ച ചെയ്യട്ടെ. ചർച്ച ചെയ്തിട്ട് അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാവും. CPM സ്ഥാനാർത്ഥി ഇവിടെ ആയിട്ടില്ല. അതോ അവർക്കൊരു വൈകൽ സംഭവിക്കുന്നുണ്ട്? അതോ അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിയെ കാത്തിരിക്കുകയായിരുന്നു അവർ? എന്താ തോന്നുന്നു? അല്ല, അതറിയില്ല. അത് LDF-നല്ലേ അറിയാൻ പറ്റുള്ളൂ. നമുക്കറിയില്ലല്ലോ അത്ര. ഇനിയിപ്പോ എങ്ങനെയാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികളൊക്കെ? അതിൽ LDF-ലെ മറുപടി പറയും. ഇന്നത്തെ പ്രചാരണ പരിപാടികളൊക്കെ എങ്ങനെയാണ്? പ്രചാരണ പരിപാടികൾ ഇന്ന് നമ്മൾ അനുഗ്രഹം തേടിയുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇവിടുത്തെ ഗുരുതുല്യന്മാരെ, ഇവിടുത്തെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ ഏറ്റവും എൻ്റെ പിതാവിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളുകൾ, അവരെയൊക്കെ ഒന്ന് കാണുക എന്നതാണ് ഇന്ന് പ്രധാനമായും. അത് കഴിഞ്ഞാൽ പാണക്കാട് തങ്ങൾ, അത് കഴിഞ്ഞാൽ 3 മണിക്ക് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് VD സതീശനും പങ്കെടുക്കുന്ന ഒരു നേതൃയോഗം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ. നിലമ്പൂരിൽ നിങ്ങൾക്ക് പ്രതികൂലമായി ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? ഏതൊരാൾക്കും തെരഞ്ഞെടുപ്പിൽ അതായത് എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, കോൺഗ്രസിന് പ്രതികൂലമായി ഒന്നുമില്ല എന്നാണ്. കാരണം നേരത്തെ തന്നെ നിലമ്പൂരിലും ജില്ലാ കോൺഗ്രസിലുമൊക്കെ VS ജോയി വേഴ്സസ് ആര്യാടൻ ഷൗക്കത്ത് എന്നൊരു വിവാദം നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അല്ല, നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? എന്ത് കാര്യത്തിലാണ് ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് അപ്പുറത്ത് സ്ഥാനാർത്ഥി ഉണ്ടാവില്ലേ? കോൺഗ്രസിനകത്ത് പ്രതികൂലമായി എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. കോൺഗ്രസിനകത്തില്ല. അതാണ് ചോദിച്ചത്. അതില്ല. അത് നിങ്ങൾക്ക് ബോധ്യമല്ലേ? ഞങ്ങളിതിന് മുൻപും പറഞ്ഞതല്ലേ, ആര് സ്ഥാനാർത്ഥിയായാലും ഞങ്ങള് ഒരുമിച്ചായിരിക്കും പ്രവർത്തിക്കുക. ഹൈക്കമാൻഡ് പറയുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് പ്രതികരണമാണ്. അത് സ്വാഭാവികം. അപ്പോഴും ഈ ജില്ലയിലേക്ക് വരുമ്പോൾ, ജില്ലാ കമ്മിറ്റിയിലേക്കൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ VS ജോയി വേഴ്സസ് ആര്യാടൻ ഷൗക്കത്ത് എന്നൊരു സാധനം നേരത്തെ തന്നെ നിലനിൽക്കും. നിങ്ങൾ കാണുന്നില്ല സുഹൃത്തെ ഇതൊക്കെ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാലോ? ഞാനും ജോയിയും ഒറ്റക്കെട്ടായി നിന്നിട്ടായിരിക്കും തെരഞ്ഞെടുപ്പിനെ നേരിടുക. പോരെ? ഒരു പ്രതിസന്ധിയില്ല. ആര് വിചാരിച്ചാലും കോൺഗ്രസിൽ ഒരു പ്രതിസന്ധി, കോൺഗ്രസിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിട്ടും സാധിക്കില്ല. അതാണ്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. അങ്ങനെ കോൺഗ്രസിനകത്ത് ഒരു പ്രശ്നവും നിലനിൽക്കുന്നില്ല. ഒറ്റക്കെട്ടായി VS ജോയിയുമായിട്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ പ്രചാരണത്തിന് തുടക്കം കുറിക്കുമ്പോൾ ആദ്യം അദ്ദേഹം എത്തിയത് അദ്ദേഹത്തിന്റെ വന്ധ്യരായ പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബർസ്ഥാനിലേക്കാണ്. അവിടെ എത്തി വളരെ വൈകാരികമായ രംഗമായിരുന്നു. ഖബറിൽ മുത്തമിട്ട് കരഞ്ഞ് ഖത്തീബിനെയൊക്കെ നിർത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അദ്ദേഹം തൊട്ടടുത്തുള്ള ലിറ്റിൽ ഫ്ലവർ പള്ളിയിലേക്ക് അവിടെ എത്തി അച്ഛനെ അടക്കം കണ്ട് അവിടുന്നെല്ലാം അനുഗ്രഹമൊക്കെ വാങ്ങിച്ചാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരം ഇവിടെ UDFന്റെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള UDFന്റെ നേതാക്കൾ ഇവിടെ എത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് പോകുന്നത്. അതോടൊപ്പം തന്നെ LDFന്റെ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നേരത്തെ VS ജോയി ഒക്കെ പ്രതികരിക്കുന്ന സമയത്ത് എവിടെ LDFന്റെ സ്ഥാനാർത്ഥി? പിതാവിനെ കണ്ട് അനുഗ്രഹം തേടി അദ്ദേഹം പ്രചാരണ ചൂടിലേക്ക് ഇറങ്ങുകയാണ്. ധാരാളം പരിപാടികൾ ഇനി അദ്ദേഹത്തിന് മുന്നിലുണ്ട്. കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും, പൂർണ്ണ വിജയം നേടും എന്ന ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ഈ പ്രചരണ യാത്ര തുടങ്ങുന്നത്.